ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ അപകടത്തിന് കാരണം അനൗൺസ്മെന്റിലെ ആശയക്കുഴപ്പമാണെന്ന് RPFന്റെ പ്രാഥമിക റിപ്പോർട്ട്. കുംഭമേള പ്രത്യേക ട്രെയിൻ പ്ലാറ്റ്ഫോം 12 നിന്ന് പുറപ്പെടും എന്ന അറിയിപ്പ് ആദ്യം വന്നു. പിന്നാലെ മറ്റൊരു കുംഭമേള പ്രത്യേക ട്രെയിൻ പ്ലാറ്റ്ഫോം 16 നിന്ന് പുറപ്പെടുമെന്ന് അനൗൺസ്മെന്റ് വന്നു എന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, അത് അങ്ങനെ രണ്ടെണ്ണം ഉണ്ടായത് അനൗൺസ്മെന്റിൽ ആശയക്കുഴപ്പമാണ്, അതോടുകൂടി തിരക്ക് നിയന്ത്രണാതീതമായി, ആളുകൾ ദുരന്തത്തിൽപ്പെട്ടു, അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് RPF പറയുന്നത്? ബൽറാം. ഹാഷ്മി, ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട റെയിൽവേ അന്വേഷണത്തിനായി നിയോഗിച്ച രണ്ടംഗ സമിതി വിവിധ വിഭാഗങ്ങളോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഈ 18 പേരുടെ മരണത്തിന് ഇടയാക്കിയ ദുരന്തത്തിന് കാരണം അനൗൺസ്മെന്റിലെ ആശയക്കുഴപ്പമാണ് എന്ന് വ്യക്തമാക്കുന്നത്. നേരത്തെ ഡൽഹി പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ടിലും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നെങ്കിലും റെയിൽവേ ഇത് തള്ളിയിരുന്നു. എന്നാൽ RPF തന്നെ അത് ശരിവെക്കുകയാണ്. ഈ 8:45 ശനിയാഴ്ച രാത്രി 8:45 പ്രയാഗ്രാജിലേക്കുള്ള കുംഭമേള സ്പെഷ്യൽ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 12 നിന്ന് പുറപ്പെടുമെന്ന അനൗൺസ്മെന്റ് വന്നു. ഇതിന് പിന്നാലെ അല്പസമയത്തിന് ശേഷം പ്ലാറ്റ്ഫോം നമ്പർ 16 നിന്നും പ്രയാഗ്രാജിലേക്കുള്ള മറ്റൊരു പ്രത്യേക തീവണ്ടി പുറപ്പെടുമെന്ന അനൗൺസ്മെന്റ് വന്നു. ഇതിലൂടെ 12ാം നമ്പറിലുണ്ടായിരുന്ന ആളുകൾ, കാത്തുനിന്നിരുന്ന യാത്രക്കാർ ഈ ട്രെയിൻ പ്ലാറ്റ്ഫോം മാറി എന്ന് തെറ്റിദ്ധരിക്കുകയും അവർ ഈ പ്ലാറ്റ്ഫോം മാറിക്കയറുന്നതിനായി ഈ ഫുട് ഓവർ ബ്രിഡ്ജിന് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് RPFന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. നിലവിൽ തന്നെ ആ പ്ലാറ്റ്ഫോം നമ്പർ 14, 15 എന്നിവയിൽ 4 ട്രെയിനുകളിലേക്ക് പോകേണ്ട യാത്രക്കാർ ഉണ്ടായിരുന്നു. ഇത് തിക്കും തിരക്കും വർദ്ധിക്കാൻ ഇടയാക്കി. കൂടാതെ ഇത്തരത്തിൽ തിക്കും തിരക്കും വർദ്ധിച്ചതോടുകൂടി തന്നെ ടിക്കറ്റ് വിൽപ്പന നിർത്തിവെക്കണം എന്ന് സ്റ്റേഷൻ മാനേജറോട് ഈ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആവശ്യപ്പെട്ടിരുന്നു എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. റെയിൽവേ അധികൃതരെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുന്നതാണ് RPFന്റെ ഈ റിപ്പോർട്ട്. അതേസമയം ഈ തിക്കും തിരക്കും കണ്ടതിനെ തുടർന്നാണ്, അല്ലെങ്കിൽ അനിയന്ത്രിതമായ തിരക്ക് പ്രയാഗ്രാജിലേക്ക് കണ്ടതിനെ തുടർന്നാണ് പ്രത്യേക തീവണ്ടി പ്രഖ്യാപിച്ചത് എന്നാണ് റെയിൽവേ നൽകുന്ന വിശദീകരണം. ഹാഷ്മി, അപകട കാരണം അനൗൺസ്മെന്റിലെ ആശയക്കുഴപ്പമാണ്. 2 തീവണ്ടികൾ വന്നു. ഒന്ന് പ്ലാറ്റ്ഫോം അടുത്ത പ്ലാറ്റ്ഫോമിലാണ് വന്നത്. അത് അനൗൺസ് ചെയ്തപ്പോൾ ഉണ്ടായ ആശയക്കുഴപ്പം, പെട്ടെന്ന് ആളുകൾ അങ്ങോട്ടേക്ക് കുതിച്ചു. അങ്ങനെ മൊത്തത്തിൽ, അല്ലെങ്കിൽ തന്നെ ഒരു ജനസമുദ്രമായിരുന്നിടം തിക്കിലും തിരക്കിലേക്കും വലിയ ദുരന്തത്തിലേക്കും പോയി എന്നാണ് RPF പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ കഴിയുന്നതായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുണ്ടായത് വലിയ ദുരന്തമാണ്. അതിൽ കുറ്റക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ.